ഇംഗ്ലീഷിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ടൈം മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച് പറയാം. ഒന്ന് ടൈം മെൻഷൻ ചെയ്യാതെയും നമ്മളുടെ പ്രവൃത്തിയെക്കുറിച്ച് പറയാം. ഇനി നമ്മൾ ടൈം മെൻഷൻ ചെയ്തുകൊണ്ടാണ് പ്രവൃത്തിയെ പറയുന്നതെങ്കിൽ പാസ്റ്റ് ടൈമിൽ നടന്ന കാര്യം നമുക്ക് പാസ്റ്റ് ടെൻസിൽ മാത്രമേ പറയാൻ പറ്റൂ. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ കേം യെസ്റ്റർഡേ ഇങ്ങനല്ലേ പറയാ. അല്ലാതെ ഐ കം യെസ്റ്റർഡേ എന്ന് പറയാൻ പറ്റൂലാലോ. അതുപോലെ പ്രസന്റ് ടെൻസിൽ നടക്കുന്ന കാര്യം നമുക്ക് പ്രസന്റ് ടെൻസിൽ മാത്രമേ പറയാൻ പറ്റൂ. അതേപോലെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം ഫ്യൂച്ചർ ടെൻസിൽ മാത്രമേ പറയാൻ പറ്റൂ. എപ്പോൾ? ടൈം മെൻഷൻ ചെയ്യുമ്പോൾ. ഇനി ടൈം മെൻഷൻ ചെയ്യാതെ ഏത് ടെൻസിലാണ് ആക്ഷൻ പറയേണ്ടതെന്ന് നോക്കാം. ഇംഗ്ലീഷിൽ ടൈം മെൻഷൻ ചെയ്യാതെ ആക്ഷനെ പറ്റി മാത്രം പറയുമ്പോൾ നമുക്ക് 2 ടെൻസിലും പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. പാസ്റ്റിൽ നടന്ന ആക്ഷൻ പാസ്റ്റ് ടെൻസിൽ തന്നെ പറയാം. അതുപോലെ തന്നെ പാസ്റ്റ് ടൈമിൽ നടന്ന കാര്യം പ്രസന്റിലും പറയാം. എപ്പോൾ മാത്രം? അതിന് ഇപ്പോഴും കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം. ഒരു എക്സാമ്പിൾ, ഐ ലോസ്റ്റ് മൈ കീ. അത് എപ്പോഴോ കാണാതായി. അത് നമുക്ക് പാസ്റ്റ് ടെൻസിൽ തന്നെ പറയാം. ഇതേ കാര്യത്തെ തന്നെ നമുക്ക് പ്രസന്റ് ടെൻസിലും പറയാം. കീ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇന്ന് എനിക്ക് കാറ് തുറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ വന്നു. ഇന്ന് എനിക്ക് കാറ് തുറക്കാൻ പറ്റുന്നില്ല. ഇത് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. ഇവിടെ കണ്ടില്ലേ, ഒരേ കാര്യത്തെ നമ്മൾ പാസ്റ്റ് ടെൻസിലും പറഞ്ഞു, പ്രസന്റ് ടെൻസിലും പറഞ്ഞു.